പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? ഈ നടപടിയോട് സുരേഷ് ഗോപി അനുകൂലമാണോ, എതിരാണോ? കേരളത്തിലെ BJP ഇതിന് അനുകൂലമാണോ, എതിരാണോ? അത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉത്തരവും അവർ നൽകേണ്ടതുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനെടുത്ത തീരുമാനത്തിനെതിരെ ആഗസ്റ്റ് 26 തിരുവോണ ദിവസം പാലക്കാട് DRM ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ MP-മാർ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഓൺലൈനിൽ ചേർന്ന MP-മാരുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അതിൻ്റെ വസ്തുതകൾ കുറേ ഇവിടെ ഈട്ടി പറയുകയുമുണ്ടായി. ഇതിൻ്റെ അകത്ത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ടായത് അന്നത്തെ കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രി വേലു, അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സേലം, കോയമ്പത്തൂരെല്ലാം വെട്ടിമുറിക്കുകയും സേലം ഡിവിഷൻ രൂപീകരിക്കുകയും അത് സദേൺ റെയിൽവേയുമായി ബന്ധപ്പെടുത്തുകയും ഉണ്ടായി. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ ഒരു ക്രൂരതയാണ് നമ്മോട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. ഇപ്പം നേരത്തെ ET പറഞ്ഞു, നമ്മുടെ ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ വരുമാന സ്രോതസ്സ് കൂടുതൽ മംഗലാപുരം പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. 16ഓളം ട്രെയിൻ നമുക്ക് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. 1000 കോടിയിൽ പരം നഷ്ടമാണ് നമുക്ക് വരിക. 1000 കൂടും. കണക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1200 കോടിയോളം നഷ്ടം വരും നമുക്ക്. മംഗലാപുരം റെയിൽവേ മേഖല നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിൽ മൈസൂർ ഡിവിഷനുമായി ചേർക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇത് നേരത്തെ ഈ ശ്രമം ഉണ്ടായിരുന്നു 3-4 വർഷം മുമ്പ്. ഞങ്ങളെന്നൊക്കെ അതിശക്തമായി എതിർത്തോടു കൂടിയാണ് അത് പിന്നോട്ട് പോയത്. ഒരു പ്രാദേശികവാദം വല്ലാതെ ഉയർന്നു വരികയാണ്. പിന്നെ ഉദാഹരണം പറയാം. ഇപ്പോൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ മറ്റേ നമ്മുടെ ഇവിടെ മാംഗ്ലൂർ വഴിയുള്ള ഹാസൻ വഴിയില്ലേ, അത് നേരത്തെ ഞാൻ തന്നെ പേഴ്സണലായിട്ട് പോയി നേരത്തെ ഇവരെല്ലാം കണ്ട് ഹുബ്ലി പോയി അവിടുത്തെ GM-നെ കണ്ടു, ചെന്നൈ GM-നെ കൊണ്ട് എല്ലാവരും സംബന്ധിച്ചൊടുവിൽ ടൈം ടേബിൾ പോലും ഒരുക്കി റെഡിയായി, എക്സ്റ്റൻഷൻ തീരുമാനമായി. പക്ഷേ മംഗലാപുരത്ത് അന്നത്തെ MP പരാതി കൊടുത്ത് വൃത്തിവെക്കപ്പെട്ടു. പിന്നെയും പിറകെ നടന്നിട്ടാണ് വീണ്ടും എക്സ്റ്റൻഷൻ ഇപ്പോൾ യാഥാർത്ഥ്യമായത്, കോഴിക്കോട് നീട്ടിക്കിട്ടിയത്. ഇപ്പോൾ ഇതൊക്കെ ഒരു പ്രാദേശികവാദമാണ്. ഇന്നിപ്പോൾ ഞാൻ കേട്ടത് കർണാടകത്തിൽ ഇതുമായി ഒന്നും വലിയ ആഘോഷമാണെന്ന് കേട്ടു. മംഗലാപുരത്തോ ഭാഗത്തൊക്കെ ഞാൻ കേട്ടത്, ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പിറകിൽ തീർച്ചയായും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ എല്ലാ MP-മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന ഗവൺമെൻറ്റിലെ കാര്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള വികാരം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഇന്നലെ ഇന്നുമായി എല്ലാവരും ബന്ധപ്പെടുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? ഈ നടപടിയോട് സുരേഷ് ഗോപി അനുകൂലമാണോ, എതിരാണോ?
കേരളത്തിലെ BJP ഇതിന് അനുകൂലമാണോ എതിരാണ്, അത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉത്തരവും അവർ നൽകേണ്ടതുണ്ട്. കേരളത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണകക്ഷിയുടെ ഭാഗമാണ് അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഞങ്ങളുടെ തിരുവോണ ദിവസം എടുക്കുന്ന ഉപവാസം നിരാഹാരം, അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ MP-മാരുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അന്ന് ഞങ്ങൾ സൂചനയായി ഈ സമരമാണ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നടത്തേണ്ട സമരത്തെക്കുറിച്ച് തീരുമാനമെടുത്തില്ല. ഞങ്ങൾ 26-ന് മാത്രമേ തീരുമാനമെടുക്കൂ ഏത് രൂപത്തിൽ സമരം വേണം ഡൽഹിയിൽ. അത് 26-ന് ഉപവാസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കാണ്ട് പോവുകയാണ്. കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറിയേ പറ്റൂ, റെയിൽവേ ബോർഡ് പിന്മാറിയേ പറ്റൂ, ഒരു തർക്കം വേണ്ട. ആ പിന്മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും സമരവും ഡൽഹിയിൽ നടത്തണം എന്നുള്ളതാണ് ഇന്നലെ രാത്രി ചേർന്ന MP-മാരുടെ ഓൺലൈൻ യോഗത്തിലുണ്ടായ തീരുമാനം.